പുഡിങ് പോലെ എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹമുണ്ടോ? പക്ഷെ മടിയാണോ? അപ്പം നമുക്കൊരു സിമ്പിൾ റെസിപ്പി ആയാലോ? വളരെ പെട്ടെന്ന് തീ പോലും കത്തിക്കാതെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആവാം അല്ലേ? അപ്പോൾ മധുരമൊക്കെ കഴിക്കാൻ താല്പര്യം ഉണ്ടേനു, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കഴിക്കാൻ പൂതിയുണ്ട്. പക്ഷെ നമുക്ക് ഉണ്ടാക്കാൻ മടിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആവട്ടോ ഇത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടോക്ക്, ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത് ആദ്യം തന്നെ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു 2 ലെയറായിട്ട് ബ്രെഡ് വെച്ചെടുക്കുക കേട്ടോ. ഇതുപോലത്തെ പാത്രമല്ല, ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് 2 ലെയറായിട്ട് ബ്രെഡ് വെച്ചെടുക്കുക. ബ്രെഡിൻ്റെ അരികു ഭാഗം ഉണ്ടല്ലോ, അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഒന്നുകൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. പക്ഷേ മടിയായ കാരണം ഞാനത് കളഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ വെച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ അപ്പോൾ പാലും വെള്ളവും പഞ്ചസാരയും കൂടി മിക്സ് ആക്കിയിട്ടുള്ള സിറപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പഞ്ചസാരയും വെള്ളവും മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു പാത്രത്തിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം ഇല്ലാത്തൊരു പാലുണ്ടല്ലോ, പാലും കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് പഞ്ചസാര ഇട്ടിട്ട് കുറുക്കിയെടുക്കൂലേ, അങ്ങനെ ഒരു റെസിപ്പി അതിൻ്റെ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ, വിപ്പിംഗ് ക്രീമിൻ്റെ പകരമായിട്ട്. അതും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പാലും കോൺഫ്ലോറും കൂടിയുള്ള മിക്സ് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വിപ്പിംഗ് ക്രീം കുറച്ച് കട്ടിയിൽ നന്നായിട്ട് ഇതിൻ്റെ മുകളിൽ ലെവൽ ചെയ്ത് കൊടുക്കുക. വിപ്പിംഗ് ക്രീം നല്ല ടൈറ്റായി ബീറ്റ് ചെയ്യണമെന്നൊന്നുമില്ല, കുറച്ച് ലൂസിലൊക്കെ ബീറ്റ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് അവിടെ നിന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ അത് മാറ്റി തണുക്കണ നേരം കൊണ്ട് നമുക്കൊരു ഗനാഷ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഇതിലൊരു 3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും ഒരു 1/4 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും കൂടെ അലിയിച്ചെടുത്തതാണ് കേട്ടോ. വെള്ളം തിളപ്പിച്ചാൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ പാത്രം വെച്ചിട്ട് അതിൻ്റെ ആവിയിൽ അലിയിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഈ ഒരു ഗനാഷിലേക്ക് പിന്നെ ഒരു ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് കിട്ടും ഗനാഷിലേക്ക് കിട്ടും. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ബദാം കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ എന്ത് നട്ട്സാണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ആവുന്ന പോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. പിന്നെ ഉണ്ടല്ലോ, പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, നമുക്ക് ക്ഷമയാണ് വേണ്ടത് കേട്ടോ. ഇന്നെപ്പോലെ നല്ല ക്ഷമയുള്ളവരാണെങ്കിൽ അപ്പം തന്നെ കൊക്കോ പൗഡർ ഇട്ടിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കാം. ഞങ്ങളങ്ങനെ ചെയ്തത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി തണുപ്പിച്ചതിൻ്റെ ശേഷം കൊക്കോ പൗഡറൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ. അപ്പോൾ എത്ര മടിയുള്ള ആൾക്കാർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്